ഭൂമിയിൽ നിന്ന് നമുക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തിന്റെ എത്ര ഇരട്ടി ചന്ദ്രനിൽ നിന്ന് ചാടാൻ കഴിയും? ഉത്തരം 6 ഇരട്ടി. ഭൂമിയിൽ നിന്നും നമുക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തിന്റെ 6 ഇരട്ടി നമുക്ക് ചന്ദ്രനിൽ നിന്നും ചാടാൻ കഴിയും. ചന്ദ്രനിൽ ഓടിച്ച ചാന്ദ്ര ജീപ്പിന്റെ പേര് എന്താണ്? ഉത്തരം ലൂണാർ റോവർ. ചന്ദ്രനിൽ ഓടിച്ച ചാന്ദ്ര ജീപ്പിന്റെ പേരാണ് ലൂണാർ റോവർ. ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് ആരാണ്? ഉത്തരം ജെയിംസ് ജെർവിൻ. 46 മിനിറ്റോളം ഇദ്ദേഹം ചന്ദ്രനിൽ ചാന്ദ്ര ജീപ്പ് ഓടിച്ചു. അപ്പോൾ ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് ജെയിംസ് ജെർവിൻ ആണ്. 46 മിനിറ്റാണ് ഇദ്ദേഹം ചന്ദ്രനിൽ ചാന്ദ്ര ജീപ്പ് ഓടിച്ചത്. ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് എന്ന് ഏത് യാത്രയിൽ? ഉത്തരം 1971 ജൂലൈ 26. 1971 ജൂലൈ 26-നാണ് ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിക്കുന്നത്. ജെയിംസ് ജെർവിൻ ആയിരുന്നു ഈ ചാന്ദ്ര ജീപ്പിനെ ഓടിച്ചത്. അപ്പോളോ 15ന്റെ യാത്രയിലായിരുന്നു ജെയിംസ് ജെർവിൻ ഇത്തരത്തിൽ ചാന്ദ്ര ജീപ്പിനെ ഓടിച്ചത്. ചന്ദ്രന്റെ നേർത്ത അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പ്രധാന വാതകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഹീലിയവും നിയോണും. ചന്ദ്രന്റെ നേർത്ത അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പ്രധാന വാതകങ്ങളാണ് ഹീലിയവും നിയോണും. നാസയുടെ ആസ്ഥാനം? ഉത്തരം അമേരിക്കയിലെ വാഷിംഗ്ടൺ. അമേരിക്കയിലെ വാഷിംഗ്ടൺ ആണ് നാസയുടെ ആസ്ഥാനം. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം? ഉത്തരം കറുപ്പ്. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം കറുപ്പാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ഏതാണ്? ഉത്തരം വൈനു ബാപ്പു ടെലസ്കോപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനിയാണ് വൈനു ബാപ്പു ടെലസ്കോപ്പ്. തമിഴ്നാട്ടിലെ കവലൂരിലാണ് വൈനു ബാപ്പു ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ സൗരക്കാറ്റ് ഒരു മാലിന്യ കൂമ്പാരം പോലെയാണെന്ന് കണ്ടുപിടിച്ച ഉപഗ്രഹം? ഉത്തരം മെറീനർ 2. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ സൗരക്കാറ്റ് ഒരു മാലിന്യ കൂമ്പാരം പോലെയാണെന്ന് കണ്ടുപിടിച്ച ഉപഗ്രഹമാണ് മെറീനർ 2. നാസയുടെ വിക്ഷേപണ കേന്ദ്രം? ഉത്തരം കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ. അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കെന്നഡി സ്പേസ് സെന്റർ ആണ് നാസയുടെ വിക്ഷേപണ കേന്ദ്രം. ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡേവിഡ് സ്കോട്ട്. ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് ഡേവിഡ് സ്കോട്ടിനെയാണ്. ഭൂമിയിൽ നിന്ന് സ്റ്റാമ്പ് ഒട്ടിച്ച് തപാൽ മുദ്ര പതിപ്പിച്ച ഒരു കവർ ഒരു തപാൽ സഞ്ചിയിൽ കൊണ്ടുപോയി സ്കോട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്തിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്ന് അറിയപ്പെടുന്നത്. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിൽ സ്ഥിര താമസമാക്കുമെന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിൽ സ്ഥിര താമസമാക്കുമെന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. എ മാൻ വിത്ത് ഗോൾഡൻ ആംസ് അല്ലെങ്കിൽ സുവർണ കരങ്ങളുള്ള ആൾ എന്ന് നാസ വിശേഷിപ്പിച്ച ചാന്ദ്രയാത്രികൻ ആരാണ്? ഉത്തരം ജോൺ യങ്. എ മാൻ വിത്ത് ഗോൾഡൻ ആംസ് അല്ലെങ്കിൽ സുവർണ കരങ്ങളുള്ള ആൾ എന്ന് നാസ വിശേഷിപ്പിച്ച ചാന്ദ്രയാത്രികനാണ് ജോൺ യങ്. അമേരിക്ക ബഹിരാകാശത്തേക്ക് അയച്ച എല്ലാത്തര ബഹിരാകാശ വാഹനങ്ങളിലും 2 പ്രാവശ്യം യാത്ര ചെയ്ത ഏക വ്യക്തി ആരാണ്? ഉത്തരം ജോൺ യങ്. അമേരിക്ക ബഹിരാകാശത്തേക്ക് അയച്ച എല്ലാത്തര ബഹിരാകാശ വാഹനങ്ങളിലും 2 പ്രാവശ്യം യാത്ര ചെയ്ത ഏക വ്യക്തിയാണ് ജോൺ യങ്. അപ്പോളോ 16-ലെ മിഷൻ കമാൻഡർ ആയിരുന്നു ജോൺ യങ്. എ മാൻ വിത്ത് ഗോൾഡൻ ആംസ് എന്ന് നാസ വിശേഷിപ്പിച്ച ചാന്ദ്രയാത്രികൻ കൂടിയാണ് ജോൺ യങ്. ചന്ദ്രനിൽ ഇറങ്ങിയ യാത്രികർ തൊട്ടടുത്തു നിന്ന് പോലും പരസ്പരം സംസാരിക്കുന്നത് റേഡിയോ ഉപകരണങ്ങൾ വഴിയാണ്. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട്. ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട് ചന്ദ്രനിലിറങ്ങിയ യാത്രികർ തൊട്ടടുത്തു നിന്ന് പോലും പരസ്പരം സംസാരിക്കുന്നത് റേഡിയോ ഉപകരണങ്ങളെ ഉപയോഗിച്ചാണ്.
ത്രിമൂർത്തികളിൽ ഒരാളാണ് ചന്ദ്രനായി ജന്മം കൊണ്ടതെന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു. ആരാണ് അത്? ഉത്തരം ബ്രഹ്മാവ്. ദേവി ഭാഗവതത്തിൽ ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവാണ് ചന്ദ്രനായി ജന്മം കൊണ്ടത് എന്ന് ഐതിഹ്യമുണ്ട്. അണുസംയോജനത്തിന് ഇന്ധനമായി ഉപയോഗിക്കാവുന്ന ചന്ദ്രനിലുള്ള മൂലകം ഏതാണ്? ഉത്തരം ഹീലിയം 3. അണുസംയോജനത്തിന് ഇന്ധനമായി ഉപയോഗിക്കാവുന്ന ചന്ദ്രനിലുള്ള മൂലകമാണ് ഹീലിയം 3. ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്നുള്ള ശരാശരി ദൂരം എത്രയാണ്? ഉത്തരം 3,84,403 കിലോമീറ്റർ. ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്നുള്ള ശരാശരി ദൂരമാണ് 3,84,403 കിലോമീറ്റർ. ചാന്ദ്രയാൻ ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 22. ചാന്ദ്രയാൻ ദിനം ഒക്ടോബർ 22 ആണ്. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഏറ്റവും കൂടിയ താപനില? ഉത്തരം 137 ഡിഗ്രി സെൽഷ്യസ്. പകൽ സമയത്ത് അനുഭവപ്പെടുന്ന 137 ഡിഗ്രി സെൽഷ്യസ് ആണ് ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഏറ്റവും കൂടിയ താപനില. ചാന്ദ്രയാൻ ദൗത്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കയ്യൊപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം ഖുഷ്ബു മിർസ. ചാന്ദ്രയാൻ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഖുഷ്ബു മിർസ. ചാന്ദ്രയാൻ മിഷൻ ചെക്ക്ഔട്ട് ഡിവിഷന്റെ എഞ്ചിനീയറായിരുന്നു ഖുഷ്ബു മിർസ. PSLV ഭ്രമണപഥത്തിലെത്തിച്ച റേഡിയോ വാർത്താ വിനിമയത്തിനുതകുന്ന സൂക്ഷ്മ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഹംസാത്ത്. PSLV ഭ്രമണപഥത്തിലെത്തിച്ച റേഡിയോ വാർത്താ വിനിമയത്തിനുതകുന്ന സൂക്ഷ്മ ഉപഗ്രഹമാണ് ഹംസാത്ത്. ഇന്ത്യയുടെ സ്വയം നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം PSLV C-11. ഇന്ത്യയുടെ സ്വയം നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റിനെ PSLV C-11 എന്ന പേരിൽ അറിയപ്പെടുന്നു. 2008 ഒക്ടോബർ 22 PSLV C-11 വിക്ഷേപിച്ച ഉപഗ്രഹം? ഉത്തരം ചാന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 PSLV C-11 വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 1ന്റെ മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് എന്നായിരുന്നു? ഉത്തരം 2008 നവംബർ 14. ചാന്ദ്രയാൻ 1ന്റെ മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് 2008 നവംബർ 14 മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്ന ഇന്ത്യൻ സന്ദേശം ചന്ദ്രനിൽ നിക്ഷേപിച്ച യാത്ര. ഈ സന്ദേശത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ഉത്തരം 1969 അപ്പോളോ 11 ഒപ്പുവെച്ചത് ശ്രീ VV ഗിരി. 1969 അപ്പോളോ 11 എന്ന ചാന്ദ്രയാത്രയിൽ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ശ്രീ VV ഗിരി ഒരു ഇന്ത്യൻ സന്ദേശം നൽകുകയുണ്ടായി. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്ന ഒരു സന്ദേശമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ്? ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവാണ് ഡോക്ടർ വിക്രം സാരാഭായ്. ഭാരതത്തിന്റെ പുരോഗതിക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം അത്യന്താപേക്ഷിതമാണെന്ന് കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഭാരതത്തിന്റെ പുരോഗതിക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം അത്യന്താപേക്ഷിതമാണെന്ന കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ആണവ സാങ്കേതിക വിദ്യയുടെ പിതാവ്? ഉത്തരം ഹോമി ജെ ഭാവ. ഇന്ത്യൻ ആണവ സാങ്കേതിക വിദ്യയുടെ പിതാവാണ് ഹോമി ജെ ഭാവ. തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന്റെ ശില്പി? ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായ്. തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന്റെ ശില്പിയാണ് ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ ചുരുക്കപ്പേര്? ഉത്തരം ISRO. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ ചുരുക്കപ്പേരാണ് ISRO.
ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ISROയുടെ പൂർണ്ണരൂപം. നാസ മൂൺ അമേരിക്ക എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഉത്തരം റാൽഫ് റെനെ. നാസ മൂണ്ട് അമേരിക്ക എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് റാൽഫ് റെനെ. ഇന്ത്യൻ ദേശീയ ഉപഗ്രഹ സംവിധാനം എന്നതിന്റെ ചുരുക്കപ്പേര്. ഉത്തരം ഇൻസാറ്റ്. ഇന്ത്യൻ ദേശീയ ഉപഗ്രഹ സംവിധാനം എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഇൻസാറ്റ്. ISROയുടെ ആസ്ഥാനം. ഉത്തരം ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാനമാണ് ബാംഗ്ലൂർ. കാലാവസ്ഥാ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ആദ്യ ISRO ഉപഗ്രഹം. ഉത്തരം സാറ്റലൈറ്റ് മെഡ്സാറ്റ് മെറ്റീരിയോളജിക്കൽ. കാലാവസ്ഥാ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ആദ്യ ISRO ഉപഗ്രഹമാണ് സാറ്റലൈറ്റ് മെഡ്സാറ്റ് മെറ്റീരിയോളജിക്കൽ.